ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ കൈയടിച്ചത് പ്രതിപക്ഷത്ത് നിന്നുള്ള ശശി തരൂരാണ്, ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം ഉണ്ടായത്? ശശി തരൂർ പൂർണ്ണമായി തന്നെ ഒരു BJP-കാരനായി മാറിയോ? അല്ലല്ല, അദ്ദേഹം ഒരു ദേശസ്നേഹി ആണ് എന്നതുകൊണ്ടാണ്. പണ്ടുമായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നോക്കൂ, കോൺഗ്രസ്സിലെ ആൾക്കാർ മുഴുവനും ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു വിജയം കൈവരിക്കുമ്പോൾ അതിൽ നെഞ്ചു പൊട്ടുന്നവരാണ്. പാകിസ്ഥാൻകാരെക്കാളും നെഞ്ചു പൊട്ടുന്ന ആൾക്കാരാണ്. കാരണം ഇങ്ങനെ വിജയങ്ങൾ കൊയ്ത് രാഹുൽ ഗാന്ധിക്ക് പേടി തൻ്റെ അമ്മമ്മയേക്കാൾ ഭൂരിപക്ഷം ഇനി മോദി നേടിക്കളയുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. ഈ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം നാൾ പ്രധാനമന്ത്രിയായിരുന്ന അത് റെക്കോർഡ് തകർത്തു കഴിഞ്ഞു. അമ്മമ്മയുടെ റെക്കോർഡ് തകർത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മുന്നോട്ട് ഏറിക്കഴിഞ്ഞാൽ ഇത് എവിടെ പിടിച്ചു നെഹ്റുവിൻ്റെയും തകർക്കുമോ എന്നുള്ള പേടി അങ്ങേരെയും ആ കുടുംബത്തെയും വല്ലാതാട്ടും. ഇന്ന് മാത്രമല്ല, കുറ്റവാളികളാണ് ഇവരെ. തങ്ങളെ പിടിച്ച് ജയിലിടാൻ നെഞ്ചുറപ്പുള്ള ഒരു പ്രധാനമന്ത്രി ഇയാൾ മാത്രമാണ്, നരേന്ദ്രമോദി മാത്രമാണ്. ഈ പേടികൾ വല്ലാതെ അലട്ടുന്നുണ്ട് നെഹ്റു കുടുംബത്തെ. പക്ഷേ ഈ കോൺഗ്രസിൽ തന്നെ രണ്ട് പേര് ബാക്കിയുണ്ട് ഈ ദേശസ്നേഹത്താൽ പ്രചോദിതരായി. ഒന്ന് ഡോക്ടർ ശശി തരൂർ, മറ്റേത് മനീഷ് തിവാരി. ഇവർ രണ്ടുപേരും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് നരേന്ദ്രമോദി വിദേശത്തേക്ക് അയച്ച പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു. ഒന്ന് ഒരു സംഘത്തിൻ്റെ തലവനും മറ്റത് അംഗവുമായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇന്ത്യയുടെ നറേറ്റീവുകൾ അവിടെ വിശദീകരിക്കുന്നതിൽ വൻ വിജയം കൊയ്തവരുമാണ്. രണ്ടും കഴിവുറ്റവരാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരും ആർട്ടിക്കുലേറ്റുമായിട്ടുള്ള ആൾക്കാരാണ്. മനീഷ് തിവാരി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിൻ്റെ ഒരു നിധിയാണ്. AICC പ്രസിഡന്റ് ആവാൻ പോലും യോഗ്യതയുള്ള ഒരാളാണ്. രാഹുൽ ഗാന്ധിക്ക് പകരം അദ്ദേഹമായിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതുപോലെ മോശമാവുകയായിരുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പകരം ശശി തരൂർ ആയിരുന്നെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതിനേക്കാളും നന്നായിരുന്നേനെ എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഗാന്ധി കുടുംബത്തിലുള്ള അന്ധവിശ്വാസം കൊണ്ടാണ് കോൺഗ്രസ്സുകാർ വീണ്ടും അവരെ തന്നെ തങ്ങളുടെ ആശ്രയമായിട്ടും ബലകേന്ദ്രമായിട്ടും കണ്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്കവരെ തിരുത്താൻ പറ്റുകയില്ല. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ ഇവരുടെ ഈ ദേശസ്നേഹം പ്രകടമാക്കുന്ന സന്ദർഭങ്ങളുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ ദേശദ്രോഹം വെളിപ്പെടുത്തുന്ന അനേകം ചോദ്യങ്ങൾ, റഫാൽ വിമാനം തകർന്നു എന്നുള്ള നറേറ്റീവ്, അതുപോലെ തന്നെ നമ്മുടെ ട്രംപാണ് യുദ്ധം പിടിച്ചു നിർത്തിയത്, ഇടപെട്ടത് മധ്യസ്ഥതയിലാണ് എന്നൊക്കെ പറഞ്ഞ് ആ നറേറ്റീവ്. കേരളത്തിൽ നിന്നുള്ളൊരു MP, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു MP അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അവിടെ കോട്ടയത്തു നിന്നുള്ള MP തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഈ വിവരക്കേടുകൾ പാർലമെൻറ്റിൽ? അവകാശ ലംഘനത്തിന് ഇവർക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജ് MPയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ 5 വിമാനങ്ങൾ തകർന്നു, ഒരു മിഗ് വിമാനം തകർന്നു, അതുപോലെ തന്നെ ഒരു നാറ്റോ വിമാനം തകർന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഈ വിമാനങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും അറിയാം എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ചുമ്മാ വെച്ചങ്ങ് കീച്ചിക്കോളുക പാർലമെൻറ്റിൽ നിന്നുകൊണ്ട്. എന്തെങ്കിലും വിവരം ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടോ? ഇതിൻ്റെ ഒരു ഫോട്ടോ സഹിതമാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറഞ്ഞ. ഇത് ആദ്യമല്ലല്ലോ, മുൻകാലങ്ങളിൽ അദ്ദേഹം MP ആയിരിക്കുമ്പോഴും ഇത്തരം വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോഴാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതാവാണല്ലോ. അതെ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്? അതുപോലെ മറ്റൊരു മഹാനായ കോൺഗ്രസ് നേതാവാണ്, ഇന്ത്യയുടെ മന്ത്രിസ്ഥാനം അലങ്കരിച്ചിരുന്ന, മുൻ ധനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന P. ചിദംബരം പറയുന്നത്, ഈ പഹൽഗാമിൽ നിന്ന് വന്ന് ഭീകരാക്രമണം പാകിസ്ഥാൻകാരൊന്നുമല്ല, പാകിസ്ഥാൻകാർ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഇന്ത്യക്കാരാണ്. അപ്പോൾ ശിവഗംഗയിൽ നിന്നുള്ള ആൾക്കാർ തമിഴരാണ് പോയിട്ട് അവിടെ ആക്രമണം നടത്തിയത്. അവരാണ് ഏറ്റവും വലിയ ദേശദ്രോഹികളെന്നാണ് അദ്ദേഹം ശിവഗംഗയിൽ നിന്ന് ജയിച്ചു വന്ന ആ തമിഴൻ പറയുന്നത്, തമിഴ്നാട്ടുകാരോട് ചെയ്യുന്നത്. എന്തെങ്കിലും തെളിവ് ഇക്കാര്യത്തിലുണ്ടോ? ഇത്ര മാത്രമാണ് അവരുടെ ദേശത്തിനോട് ഉള്ള സ്നേഹവും പാകിസ്ഥാനോടുള്ള ആ ഒരു അന്ധമായിട്ടുള്ള പ്രേമവും. പാകിസ്ഥാൻ പ്രേമികളാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ കാമുകിയെ അങ്ങ് പ്രേമിക്കുകയാണ്. തീരാത്ത പ്രണയമാണ് രാഹുൽ ഗാന്ധിക്കും P. ചിദംബരത്തിനും ഈ ഫ്രാൻസിസ് ജോർജിനും. അതിനിടയ്ക്ക് രാജ്യത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന 2 പേർ ഇപ്പോഴും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ട്. താമസിയാതെ അവരുടെ തല വെട്ടും കേട്ടോ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കും അവർക്ക്. അവർ രണ്ടും അപ്പം എന്താ ചെയ്തത്? ശശി തരൂർ ചെയ്തത് 3 ഭീകരരെ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചുകൊണ്ട് അതിനെ
സ്വാഗതം ചെയ്ത് പാർലമെൻറ്റിലിരുന്നു. മറ്റൊരു കോൺഗ്രസ്സുകാരനും അത് ചെയ്തില്ല. ദേശസ്നേഹം പ്രകടിപ്പിച്ചു. ഇത് മതി ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് അദ്ദേഹത്തെ, വി.എസ്. അച്യുതാനന്ദനെ ചിന്താ ജെറോം ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധിച്ചതുപോലെ അവിടുത്തെ ഈ മറ്റുള്ളവരെല്ലാം ചേർന്ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധിക്കും. അതാണ് ശശി തരൂരിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. മനീഷ് തിവാരി അതുകൊണ്ട് തന്നെ തൻ്റെ സ്ഥാനത്തിന് ഒരു ഭീഷണിയാണെന്ന് അറിയാവുന്നതുകൊണ്ടും ദേശസ്നേഹം ഈ രീതിയിൽ പ്രകടിപ്പിച്ചതുകൊണ്ടും പാകിസ്ഥാൻ്റെ പക്ഷം പറയാത്തതിനും മിക്കവാറും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനൊരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കും. കാരണം രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വേണ്ടത് പാകിസ്ഥാനിലാണ്. എങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ആ വിചാരധാരയിൽപ്പെട്ട് അദ്ദേഹം ഇവർക്ക് രണ്ടിനും ഉടനെ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് തയ്യാറായിരിക്കുന്നവരാണ് ഇവരെന്നുള്ളതും മറ്റൊരു കാര്യമാണ്. നേരത്തെ സച്ചിൻ പൈലറ്റ് ഒരു ചെറിയ ശ്രമം നടത്തിയതുപോലെയും അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ ശരിയായിട്ട് നടത്തിയതുപോലെയും ഉള്ള ശ്രമങ്ങളായിരിക്കും ഇനി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. രണ്ടുപേരും BJPയിലേക്ക് തന്നെ ചേക്കേറുക. കാരണം ദേശസ്നേഹം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു പറ്റി, ദേശാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കക്ഷി അതുമാത്രമാണെന്നുള്ള സുബോധ്യം അവർക്കുണ്ടാവാൻ ഈ പാർലമെൻറ്റിലെ പ്രധാനമന്ത്രി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയുള്ള വിശദീകരണം സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുത ഇവരുടെ പാർട്ടി മാറ്റത്തെ സാധൂകരിക്കുന്നതുമാണ് എന്നുള്ളതാണ് ഞാൻ ഈ കാര്യത്തിൽ എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും ഒരു കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ തുടർച്ചയായി വരുന്നുള്ളൂ. ഇത് ആദ്യ സംഭവമല്ല. തുടർച്ചയായി തന്നെ മോദി സ്തുതി വരുന്നു, BJP സ്തുതി വരുന്നു, ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നു, സഞ്ജയ് ഗാന്ധിയെ വിമർശിക്കുന്നു. അങ്ങനെ ഈ ശശി തരൂർ എന്താണ് ഒരു BJP പ്രവേശനമാണ് ലക്ഷ്യമിടുന്നത്? പ്രവേശനമല്ല, അദ്ദേഹം ദേശാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നു. ദേശാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരാ? കോൺഗ്രസ്സുകാർ, രാഹുൽ ഗാന്ധി, P. ചിദംബരം ഇങ്ങനെയുള്ളവരാണ്. അവർക്ക് തീരെ ഇഷ്ടമല്ല ഈ ദേശാഭിമാനം വെച്ചുകൊണ്ട് പുലർത്തുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, CPM-കാർക്ക്, സോണിയാഗാന്ധിയുടെ ബുക്കിൽ ഉണ്ടായിരുന്ന ആളാണ് ശശി തരൂർ. ഇത് എവിടെ നിന്നാണ് തെറ്റുന്നത്? തെറ്റുന്നതെന്ന് പറഞ്ഞാൽ നെഹ്റുവിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ എഴുതി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവരാൻ. മകൻ രാഹുലിനൊരു ശിക്ഷണം കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ദേശാഭിമാനത്തിൻ്റെ ശിക്ഷണമാണെന്ന് വിചാരിച്ചില്ല. അവിടെയാണെന്ന് തോന്നുന്നു അവർക്ക് തെറ്റ് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ദേശാഭിമാനം ഉള്ളവരെ അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് BJP ഇഷ്ടമില്ലാത്തത്, അതുകൊണ്ടാണ് ഹിന്ദുക്കളെ ഇഷ്ടമില്ലാത്തത്, അതുകൊണ്ടാണ് ഹിന്ദു വിരുദ്ധത അവർ ശക്തമായൊരു നയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. സംശയമൊന്നുമില്ല. ഹിന്ദു വിരുദ്ധതയാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്രയെന്ന്. പണ്ട് ദേശസ്നേഹമായിരുന്നു, അതായിരുന്നു കോൺഗ്രസ്. പക്ഷേ ആ പാരമ്പര്യമല്ല. ഇപ്പോൾ ദേശവിരുദ്ധതയാണ് അവരുടെ നയം, ദേശദ്രോഹമാണ് അവരുടെ ശൈലി, അവരുടെ മെത്തോഡോളജി, അവരുടെ മോഡസ് ഓപ്പറൻഡി. പാകിസ്ഥാനാണ് അവരുടെ പ്രേമരാഷ്ട്രം. അവരുടെ ദേശസ്നേഹം പാകിസ്ഥാൻ എന്ന ദേശത്തോടാണ്. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ചേരാത്ത ആൾക്കാരെ, അതിന് വിമതരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവർ ഗളഹസ്തം ചെയ്യും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഈ രണ്ടുപേരുടെയും കാര്യം കോൺഗ്രസിൽ പോക്കാണ്, പക്ഷേ രാജ്യത്തിന് രക്ഷയുമാണ്.